മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. അപ്പൊ നമ്മൾ ഇത് ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ പഠനത്തോട് അങ്ങ് ചേർന്ന് പോവാൻ തുടങ്ങി അല്ലെ. അപ്പം ഓണപരീക്ഷയ്ക്ക് ശേഷം നമ്മൾ നേരിടാൻ പോകുന്ന നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ആയിരുന്നു എന്ത്? ചലനത്തിനൊപ്പം അല്ലെങ്കിൽ along with motion. അതിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളുണ്ട്. അതിൽ വളരെ ചെറിയ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ, എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് ഫാക്ട് അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന കുറച്ച് സത്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഈയിടെ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു പുതിയ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ആ ഒരു ന്യൂ ബാച്ചിലേക്ക് എല്ലാ മക്കളും മറക്കാതെ ജോയിൻ ചെയ്യണം. ആ ഒരു ബാച്ച് ജോയിൻ ചെയ്യുന്നപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അത് മാത്രമല്ല, നിങ്ങളെ പഠിപ്പിക്കുന്ന ഈച്ച് ആൻഡ് എവരി ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെന്ററും നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഒരു വർഷത്തേക്ക് വെറും 999 രൂപയാണ്. മക്കൾ എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലോ, നമ്മുടെ ആ ഒരു ഫസ്റ്റ് യൂണിറ്റ്, ആ ഓണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് യൂണിറ്റ് ആണ് ചലനത്തിനൊപ്പം അല്ലെങ്കിൽ along with motion. നമുക്കറിയാം, മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ മക്കളോട് മിസ് ഒരു ചോദ്യം ചോദിക്കുവാണ്, നമുക്ക് ചുറ്റും എല്ലാ വസ്തുക്കളും ചലിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും കാണുന്ന വസ്തുക്കളൊക്കെ നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ചലനാവസ്ഥയിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ മക്കൾ പറയും, എന്റെ മുന്നിൽ ഇവിടെ ഒരു ഡെസ്ക് ഉണ്ട്, അത് ചലിക്കുന്നില്ല. ഓക്കെ, എന്റെ വീടിന് മുറ്റത്ത് ഒരു മാവുണ്ട്, അതും ചലിക്കുന്നില്ല. ഇപ്പൊ മിസ്സിനെ നോക്കുന്ന സമയത്ത് മക്കൾ എന്തായിരിക്കും? മിസ് ചലനാവസ്ഥയിലാണോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണോ അല്ലെങ്കിൽ മിസ് ചലിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ മക്കൾ എന്ത് പറയും? ഇല്ല, മിസ് ചലിക്കുന്നില്ല എന്ന് പറയും. പക്ഷേ ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ ആലോചിക്കുവാണെങ്കിൽ നമ്മുടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവജാലങ്ങൾ മാത്രമല്ല, നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്ന എന്തും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചലനം എന്ന് പറയുന്നത് ആപേക്ഷികമായതുകൊണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മളത് എപ്പോഴും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ചലിക്കുന്നത്? അല്ലെങ്കിൽ ഭൂമിയും എപ്പോഴും ചലിച്ചുകൊണ്ടാണോ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മളങ്ങും ദൂരെ പോണം. അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നോക്കണമെങ്കിൽ നമ്മൾ അങ്ങ് നമ്മുടെ ആകാശവും മേഘവും ഒക്കെ കടന്നിട്ട് അങ്ങ് ദൂരെ പോണം. എവിടെ പോണം? നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ പോണം. അവിടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഏറ്റവും സെന്ററില് ആരാണുള്ളത്? സൂര്യനുണ്ട്, സണ്ണുണ്ട് അല്ലേ? സണ്ണിന് ചുറ്റും നമ്മുടെ എനർജി സോഴ്സ് ആയ സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന എത്ര ഗ്രഹങ്ങളുണ്ട്? 8 ഗ്രഹങ്ങളുണ്ട്. അതിലൊരു ഗ്രഹമാണ് നമ്മൾ ഇവിടെ താമസിക്കുന്ന നമ്മുടെ ഭൂമി. അപ്പം ഭൂമി എങ്ങനെയൊക്കെയാണ് ചലിക്കുന്നത്, അല്ലെങ്കിൽ ഭൂമിയും ചലിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്കറിയണം, വേണ്ടേ? അപ്പൊ മക്കൾ നോക്കിക്കേ, നമുക്ക് 2 രീതിയിൽ എർത്തിന് ചലനം സംഭവിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റും. ഒന്നാമത്തെ രീതി എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്. അതായത് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ബേസിൽ നമ്മുടെ എർത്ത് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, സ്വയം കറങ്ങുന്നുണ്ട്. അതായത് അവിടെ നടക്കുന്ന ആ ഒരു മൂവ്മെന്റ് ആണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമധ്യരേഖ പ്രദേശത്ത് ഇങ്ങനെ നമ്മുടെ ഭൂമി ഇങ്ങനെ സ്വയം അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഏകദേശം 1667 കിലോമീറ്റർ പെർ അവർ ആണ്. അതായത് ഒരു മണിക്കൂറിൽ 1667 കിലോമീറ്റർ ദൂരമാണ്, അല്ലെങ്കിൽ അത്രയും സ്പീഡിലാണ് നമ്മുടെ ഭൂമി ഇങ്ങനെ സ്വയമായിട്ട് കറങ്ങുന്നത്. അപ്പൊ ഇതിന് നമ്മുടെ എർത്ത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ കുറെ എക്സാമ്പിൾസ് ഈ ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം നടക്കുന്നത് പോലെ കുറെ എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയായിരിക്കും? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ റൂമിൽ ഫാൻ ഉണ്ടാവില്ലേ? ഫാൻ കറങ്ങുന്നത് എങ്ങനെയാണ്? ഒരു ആക്സിസിന് ചുറ്റും ഇങ്ങനെ ഫാൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ പമ്പരം ഒരു ആക്സിസിന് ചുറ്റും കറങ്ങുന്നുണ്ട്. അതുപോലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പെൻസിൽ ഷാർപ്നർ യൂസ് ചെയ്തിട്ട് കൂർമ്മിക്കൂലേ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരു ആക്സിസിന് ചുറ്റും ഇതിങ്ങനെ ആ ഒരു പെൻസിൽ നമ്മൾ ഷാർപ്നർ ഇങ്ങനെ കറക്കുവാണ് ചെയ്യുന്നത്. അപ്പം മക്കൾക്ക് നോക്കിക്കേ, ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കാണുന്നുണ്ട്. നമ്മുടെ പമ്പരം ആ ഒരു ആക്സിസിന് ചുറ്റും, അതായത് ആ ടോപ്പ് ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഫെറിസ് വീൽ ഇവിടെ കണ്ട മക്കള്, ഈ ഒരു ആക്സിസിന് ചുറ്റുമാണ് എന്ത് സംഭവിക്കുന്നത്? ഇതിങ്ങനെ
റൊട്ടേറ്റ് ചെയ്യുന്നത്. നോക്കിക്കേ, ഈ ഒരു പോയിന്റിന് ചുറ്റുമാണ് നമ്മുടെ ഇത് മൊത്തം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെലികോപ്റ്ററിന്റെ ബ്ലേഡ് ഈ ഒരു സെന്ററിന് ചുറ്റുമാണ് ഇതിന്റെ ബ്ലേഡ് ഇങ്ങനെ മൂവ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെ കുറെ എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു റൊട്ടേഷൻ മാത്രമേ ഭൂമിക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. നമ്മുടെ ഭൂമി, അതായത് നമ്മുടെ എർത്ത് സ്വയം തിരിയുന്നതിനോടൊപ്പം തന്നെ ആർക്കു ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ട്? നമ്മുടെ സൺ, നമ്മുടെ സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ട്. നമുക്കറിയത്തില്ലേ? അപ്പൊ എർത്ത് ആണെങ്കിലും അല്ലെങ്കിൽ മെർക്കുറി ആണെങ്കിലും എല്ലാ പ്ലാനറ്റ്സ് ആണെങ്കിലും എന്താണ്, നമ്മുടെ സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അതുപോലെ ആ ഒരു മോഷൻ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരിക്രമണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, the earth revolve around a sun. സണ്ണിന് ചുറ്റും എന്താണ്? എർത്ത് റിവോൾവ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇത്രയും സ്പീഡായിരിക്കും. അതായത് ഒരു 1,06,000 ആ ഒരു റേഞ്ചിലായിരിക്കും, അത്രയും km/h നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് സണ്ണിന് ചുറ്റും ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി, എർത്തിന് തന്നെ 2 മോഡ് ഓഫ് മോഷൻ നമുക്കുണ്ട്. ഒന്നെന്താണ്? ഭ്രമണവും ഒന്നെന്താണ്? പരിക്രമണവും. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, എർത്ത് ഇങ്ങനെ സ്വയം തിരിയുന്നത് കൊണ്ട് തന്നെ എന്താണ്, നമ്മളും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഇങ്ങനെ സ്വയം എന്താണ്, അവയ്ക്കും എന്താണ് ഇതുപോലെ ഒരു സ്വയം അവര് പോലും അറിയാത്തൊരു ചലനാവസ്ഥ കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്, മിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോഷൻ എന്താണ്, റിലേറ്റീവ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പരസ്പരം നമ്മളിങ്ങനെ അതൊരു ഫീൽ ചെയ്യാത്തത് കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ എല്ലാ വസ്തുക്കളും എന്താണ്, ചലനാവസ്ഥയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ മക്കൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഭാഗം നോക്കിക്കേ. ഇവിടെ എന്താ മക്കള് കാണുന്നത്? ഇവിടെ നമ്മുടെ സണ്ണ് കാണുന്നുണ്ട്. സണ്ണിന് ചുറ്റും എന്താ ഉള്ളത്? ഇതാണ്ട് എർത്ത് കാണുന്നുണ്ട്. ഈ എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ സണ്ണിന് ചുറ്റുവും കറങ്ങുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ മൂണുണ്ട് കേട്ടോ. അതായത് ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന ഒരാളാണ് നമ്മുടെ മൂൺ എന്ന് പറഞ്ഞാല്. അതും കൂട്ടുകാർ ഓർക്കണേ. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബോഡിക്കകത്തും ഇതുപോലെ എന്താണ്, മോഷൻ നടക്കുന്ന പല സന്ദർഭങ്ങളുണ്ട്. കുറെ എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയായിരിക്കും? ഹാർട്ട് ബീറ്റ്, നമ്മുടെ ഹാർട്ട് ഇങ്ങനെ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഹാർട്ട് ബീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വോൾ ബോഡിയുടെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. പിന്നെ എന്തായിരിക്കും, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഉള്ള ഒരു മാറ്റം ഉണ്ടാവില്ലേ, നമ്മളിങ്ങനെ വായിന്റെ അകത്തേക്ക് നമ്മൾ ആഹാരം വെക്കുന്നു, എന്നിട്ട് ആഹാരം പോകുന്ന ഒരു വോൾ പാത്ത് ഉണ്ടാവും. അപ്പൊ എന്താണ്, ആ ആഹാരത്തിന്റെ ആ ഒരു കണിക അല്ലെങ്കിൽ അതിനൊക്കെ എന്താണ്, മോഷൻ നടക്കുവാണ്, ചലനം നടക്കുവാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ ശരീരത്തിനകത്തും എന്താണ്, ധാരാളം ചലിക്കുന്ന കുറെ സന്ദർഭങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ബ്ലഡ് സർക്കുലേഷനും, അതുപോലെ തന്നെ ശ്വാസകോശത്തിന്റെ സങ്കോച വികാസം, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ്, നമ്മുടെ ഹൃദയമിടിപ്പ്, പിന്നെ എന്താണ്, ആഹാരത്തിന്റെ ചലനം. അത് നമ്മുടെ ബോഡിക്കകത്താണ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ചുറ്റും കുറേ ചലിക്കുന്ന കുറേ സന്ദർഭങ്ങൾ കാണാൻ പറ്റും. നമ്മൾ ഈ പമ്പരം, ഈ ഒരു നമ്മളിങ്ങനെ ഉത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ വർണ്ണ കളറിലുള്ള, നമുക്ക് കാറ്റാടി പോലെ ഇങ്ങനെ വർണ്ണ കളറിലുള്ള സാധനങ്ങളൊക്കെ കിട്ടൂലേ, അതൊക്കെ എന്താണ്, എയറിനനുസരിച്ച് എന്താണ്, ഇതിങ്ങനെ മൂവ് ചെയ്യും. അതുപോലെ തന്നെ മക്കൾ അപ്പൂപ്പൻ താടിയൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നത് കണ്ടിട്ടുണ്ടോ? അതും എന്താണ്, വായുവിന്റെ അല്ലെങ്കിൽ ആ ഒരു കാറ്റിന്റെ ഗതി അനുസരിച്ച് അതിങ്ങനെ മൂവ് ചെയ്ത് അങ്ങ് പോകും. അപ്പൂപ്പൻ താടി എന്തിനാ ഇങ്ങനെ പറന്നു പോകുന്നതെന്ന് അറിയാവോ? അപ്പൂപ്പൻ താടിന്റെ അവിടെ എന്തുണ്ടാവും, ഒരു ചെറിയ വിത്ത് ഉണ്ടാവും. ആ വിത്ത് ഇങ്ങനെ എന്താ പറയണ്ടേ, വിത്ത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ പാകും കേട്ടോ. അതായത് വിത്ത് വിതരണത്തിനുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മുടെ അപ്പൂപ്പൻ താടിയൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്നത്. അതുപോലെ തന്നെ എന്താണ്, മേഘങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? എപ്പോഴും മേഘം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുവോ? ഇല്ല അല്ലെ. മേഘങ്ങളൊക്കെ നമ്മളിങ്ങനെ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് മേഘങ്ങളൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ നോക്കിക്കേ, കാറ്റത്ത് ഇലകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആടും ഇല്ലേ? നല്ലൊരു കാറ്റൊക്കെ വരുന്ന സമയത്ത് ഇലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതും എന്താണ്, നമുക്ക് കുറെ ഉദാഹരണങ്ങളാണ് കേട്ടോ. അപ്പൊ കുറെ വിവിധ തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റും, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തും നമ്മുടെ ഭൂമിയിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു യൂണിറ്റിന്റെ സ്റ്റാർട്ടിങ് സെക്ഷൻ എന്ന് പറഞ്ഞാല്.
അപ്പം ഈ ഒരു യൂണിറ്റ് വളരെ സിമ്പിൾ ആക്കി നമുക്ക് ഇനി ഭാവിയിൽ ഇനിയും വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. തൽക്കാലം മക്കൾ ഇത്രയും പഠിച്ചു വെക്കുക. അപ്പം എല്ലാം പറഞ്ഞതുപോലെ തന്നെ റൊട്ടേഷനും അതുപോലെ തന്നെ എന്താണ് ഭ്രമണവും പരിക്രമണവും അത് എത്ര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ മിസ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു പുതിയ ഓൺലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.